വർഷങ്ങളായിട്ട് ഇസ്രയേൽ ഗാസയിൽ വീണ്ടും വീണ്ടും ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് റിപ്പോർട്ടുകൾ ഇസ്രയേലും ഗാസയും തമ്മിലുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നു. അപ്പോൾ അതിനകത്ത് 50,000-ഓളം ആളുകൾ, അതായത് 1,00,000-ലധികം ആളുകളെയാണ് ഇസ്രയേൽ ഗാസയിൽ പ്രധാനമായിട്ട് കൊന്നൊടുക്കിയത്. അതുപോലെ അതിന്റെ ഇരട്ടിയോളം, അതായത് 1,00,000-ഓളം ആൾക്കാർക്ക് പരിക്കുമേറ്റിരുന്നു. അപ്പോൾ ഇപ്പം ഒരു 10,000-ഓളം പേരെ കാണാതായിട്ടുണ്ട്. ഇതെല്ലാം അനൗദ്യോഗികമായിട്ടുള്ള കണക്കുകളാണ്. ഔദ്യോഗികമായിട്ടുള്ള രേഖകൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ പുറത്ത് വരുന്ന ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടെന്ന് പറയുന്നത് അതായത് ഇസ്രയേൽ ബന്ദികളെ തന്നെ ഹമാസ് കൈയടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ പോലും രക്ഷപ്പെടുത്താനായിട്ട് ഇസ്രയേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു തയ്യാറാകുന്നില്ലെന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം സ്വന്തം രാജ്യത്തെ ജനങ്ങളെ പോലും സംരക്ഷിക്കാനായിട്ട് ഒരു ഭരണാധികാരിയായ നെതന്യാഹു തയ്യാറാകുന്നില്ല. അപ്പോൾ അത്രയും ഉണ്ട് ഗാസയോടുള്ള പകയെന്നാണ്. അതെ, ഹമാസിനെതിരെ വീണ്ടും ശക്തമായ രീതിയിൽ തിരിച്ചടിക്കുമെന്ന രീതിയിലാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. അതായത് അവരുടെ ബന്ദികൾ മറ്റവരുടെ കയ്യിലുണ്ട് എന്നൊരു രീതിയിൽ എങ്കിൽ അതിനൊരു പരിഗണന കൊടുക്കാതെ, സ്വന്തം രാജ്യത്തുള്ള ജനങ്ങൾക്ക് പോലും പരിഗണന കൊടുക്കാതെ ഒരു ആക്രമ സ്വഭാവമുള്ളൊരു നേതാവിനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇതിന്റെ തുടക്കം നോക്കുകയാണെങ്കിൽ ഇസ്രയേലിനെ ആയിരുന്നു ആദ്യം ആക്രമിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് നമുക്ക് ഇസ്രയേലിനോടൊരു വൈരാഗ്യം തോന്നുന്ന രീതിയിലേക്ക് നെതന്യാഹു തന്നെയാണ് അങ്ങനെ മാറ്റിയെടുത്തേക്കുന്നത്. ഗാസയിലുള്ള ജനങ്ങളോട് യാതൊരു വിധത്തിലുള്ള ഒരു ദയയും കാണിക്കാതെ, ഒരു കരുണയും കാണിക്കാതെ നിഷ്കരണം കൊലപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ക്രൂരനായിട്ടുള്ള ഒരു നേതാവിനെയാണ് നമ്മൾ പിന്നീട് കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ നമ്മൾ എപ്പോഴും ഇസ്രയേലിനെ ഒരു തെറ്റായ രീതിയിൽ, ഇത്രയ്ക്ക് ക്രൂരനാണോ അങ്ങനത്തെ രീതിയിലേക്ക് നമ്മൾ ചോദിച്ചു പോകുന്നത്. ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ യുദ്ധത്തിൽ, ഇസ്രയേലും ഗാസയും തമ്മിലുള്ള യുദ്ധത്തിലാണെങ്കിൽ പോലും ഇസ്രയേലിൽ ആയിട്ടുള്ള ആൾക്കാരുകൾ പോലും ഒരുപാട് കഷ്ടപ്പെടുകയാണ്. അവരിപ്പോൾ ബന്ദികളാക്കി വെച്ച ഹമാസ് ഒരുപാട് പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ആ ബന്ദികളാക്കിയവരെ വിട്ടയക്കുന്നത്, ഇപ്പം ബന്ദികളാക്കിയവരെ വിട്ടയക്കാനായിരുന്നു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിരുന്നത്. പക്ഷേ എന്നിട്ട് പോലും ആ കരാറ് പോലും അംഗീകരിക്കാതെ ഇസ്രയേൽ വീണ്ടും വീണ്ടും ഗാസയിൽ ആക്രമണങ്ങൾ നടത്തി. അപ്പം അവിടെ ശരിക്കും ഈ പക അവർ തീർക്കും, ഇസ്രയേലിനോടുള്ള പക തീർക്കുന്നത് അവരുടെ, അതായത് ഇസ്രയേലികളായിട്ടുള്ള ആളുകളോടായിരിക്കും ഹമാസും ഈ പക വീട്ടുക. അപ്പത്തേനും അവരെ ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ അവരെ കൊലപ്പെടുത്തുക തന്നെയായിരിക്കും ചെയ്യുന്നത്. അപ്പം ബന്ദികൾ ഇപ്പം ആ നെതന്യാഹുവിനെതിരെയാണ് ഇപ്പം ജനരോഷം കൂടുതലായിട്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒന്നാം ഘട്ട വെടിനിർത്തൽ, അതായത് വെടിനിർത്തൽ കരാറിനെ ആദ്യം ലംഘിച്ചിട്ടായിരുന്നു വീണ്ടും അപ്രതീക്ഷിതമായിട്ട് വീണ്ടും വെടിയുതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ വീണ്ടും ഒരു ചർച്ചകൾക്ക് ശേഷം രണ്ടാമത്തെ വെടിനിർത്തൽ കരാറിന് ഇസ്രയേൽ തയ്യാറാകുമോ ഇല്ലയോ എന്നൊരു, അങ്ങനെ തയ്യാറാവുകയാണെങ്കിൽ അത് ഗാസയ്ക്ക് ഒരു ആശ്വാസമായിരിക്കും. കാരണം അവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ ഏകദേശം ഒന്നും തന്നെ ഇല്ലാത്തൊരവസ്ഥയിലാണ് അവരിപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജലമില്ല, ആരോഗ്യമില്ല, അല്ലെങ്കിൽ വീടില്ല, കുടുംബമില്ല, അങ്ങനെ എല്ലാം തകർന്നിരിക്കുന്ന ഒരു ഗാസ നിവാസികൾക്ക് വെടിനിർത്തൽ കരാർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ ഇസ്രയേൽ സമ്മതിക്കുകയാണെങ്കിൽ അവർക്ക് ഒരു പാതി ജീവൻ കിട്ടിയെന്ന് നമുക്ക് പറയാം. അതെ, കാരണം പക്ഷേ ഈ ഒരു യുദ്ധം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിൽ ഒരു വ്യക്തതയും ഇല്ലാതെയാണ് മുന്നോട്ട് വന്നത്. കാരണം സ്വന്തം രാജ്യത്തെ ഇപ്പോൾ ട്രംപിന്റെ കാര്യം ഏറ്റെടുക്കുകയാണെങ്കിൽ അദ്ദേഹം അമേരിക്കയെ സംരക്ഷിക്കാനായിട്ട് ഒരുപാട് നയങ്ങൾ എടുക്കുക. അത് മറ്റ് രാജ്യങ്ങളെ പ്രതികൂലമായിട്ട് ബാധിച്ചാലും ജനങ്ങളെ ബാധിച്ചാലും ഒന്നും ട്രംപിനൊരു വിഷയമല്ല. പക്ഷെ നെതന്യാഹു എന്ന് പറയുന്ന ഭരണാധികാരി സ്വന്തം രാജ്യത്തെ ജനങ്ങളെ പോലും സംരക്ഷിക്കാനായിട്ട് തയ്യാറാകുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അത് തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ട്രംപ് എപ്പോഴും ഗാസ നിവാസികൾക്ക് അല്ലെങ്കിൽ ഗാസയ്ക്ക് എതിരായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. തുടക്കത്തിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് വെടിനിർത്തൽ കരാർ അല്ലെങ്കിൽ ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാനുള്ള എല്ലാ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും താനും സ്വീകരിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം പ്രത്യക്ഷത്തിൽ അങ്ങനെ പറഞ്ഞിട്ടും മറ്റൊരു രീതിയിൽ ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നയമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് അവർ തമ്മിലുള്ള ഒരു സുഹൃത്ത് ബന്ധം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു സൗഹൃദം പുലർത്തുന്ന കാഴ്ചയാണ് നമ്മൾ മറ്റു രീതികളിലെല്ലാം കണ്ടത്. അതായത് അവർക്ക് ആവശ്യമുള്ള ആയുധങ്ങൾ നൽകുക, സൈനിക സേവനങ്ങൾ നൽകുക തുടങ്ങിയ രീതിയിലെല്ലാം ഗാസനെ ഒറ്റപ്പെടുത്തുന്ന രീതി. ശരിക്കും ഇതിന്റെ ഒരു അജണ്ട എന്ന് പറയുന്നത് തന്നെ ട്രംപിന് അവിടെ ഒരു ഉല്ലാസ കേന്ദ്രമാക്കി മാറ്റുക എന്നത് തന്നെയാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് പക്ഷേ അറബ് രാജ്യങ്ങൾ അത് സമ്മതിക്കുന്നുമില്ല. അതെ, ഇപ്പൊ പുതിയ ഗാസയെ വീണ്ടും അതത് ഗാസ നിവാസികളെ തന്നെ അവിടെ നിലനിർത്തിക്കൊണ്ട് ഒരു പുനർനിർമ്മാണ പദ്ധതിയാണ് അറബ് രാജ്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷെ അത് ആകെ അംഗീകരിച്ചിട്ടുള്ളത് ട്രംപും നെതന്യാഹുവും മാത്രമാണ്. പക്ഷെ നെതന്യാഹുവിൻ്റെ ഈ ക്രൂരതയാണ് എത്രയാണ് നമുക്ക് മനസ്സിലാകാതെ നിൽക്കുന്നത്. കാരണം പിഞ്ചു കുഞ്ഞുങ്ങളടക്കം മരിച്ച് വീണിട്ട് പോലും അതിലൊരു ദയയും കാണിക്കാതെ വീണ്ടും അതായത് സ്വന്തം രാജ്യത്തെ അത് ബന്ദികളാക്കിയവരെ പോലും സുരക്ഷിതമാക്കണമെന്നോ അവരെ സംരക്ഷിക്കണമെന്നോ അവരെ തിരികെ കിട്ടണമെന്നോ ഒരു ഇതുപോലും ഇല്ലാതെയാണ് ഗാസയെ മുഴുവനായിട്ട് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിയെന്ന ലക്ഷ്യത്തോടെ മാത്രമാണ് നെതന്യാഹു ഇപ്പോഴും ഗാസയിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ വീണ്ടും ഒരു ഭീഷണിയുമായിട്ട് നെതന്യാഹു വരുമ്പോൾ അവിടെയുള്ള ആ ഒരു ബന്ദികളെ തന്നെയാണ് ഇത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നത്.
കാരണം അവിടെ ഉള്ളവർ തന്നെ ഇപ്പോൾ നരകത്തിന് അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ പുറത്ത് വന്നതിന് ശേഷം വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അവർക്ക് അവിടെ യാതൊരു വിധത്തിലുള്ള പരിഗണന ലഭിച്ചില്ല, എന്താണ് ഒരുപാട് മർദ്ദിക്കും, ശാരീരികമായിട്ടും മാനസികമായിട്ടും മർദ്ദിക്കും, അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിനുശേഷം കേട്ടതായിരുന്നു. അപ്പം ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ടും നെതന്യാഹു ഇത്തരത്തിൽ വീണ്ടും ഭീഷണിയായിട്ട് പോകുന്നു, അല്ലെങ്കിൽ വീണ്ടും ഞങ്ങൾ ചാരമാക്കും, അങ്ങനത്തെ ഓരോരോ പ്രഖ്യാപനങ്ങളുമായി വരുമ്പോൾ അത് അവിടെയുള്ള ജനങ്ങൾക്ക് തന്നെയാണ് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിലുള്ള ജനങ്ങൾ തന്നെ അദ്ദേഹത്തിനെതിരെയായിട്ട് തിരിയുന്നത്. കാരണം ഇപ്പൊ അതായത് സൈന്യത്തിലാണെങ്കിൽ പോലും പട്ടാളക്കാരാകുന്നവർ പോലും ഈ യുദ്ധത്തിന്റെ വേറൊരു വഴിയുമില്ലാതെ യുദ്ധത്തിൽ പോവുകയാണ്. കാരണം യുദ്ധത്തിൽ പോയ മരണം ഉറപ്പാണെന്ന് അവർക്കും അറിയാം. വേറൊരു വഴിയുമില്ലാതെ അത്രയും ഗതികെട്ടൊരവസ്ഥയിലാണ് ആളുകളെല്ലാം ഉള്ളത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ജനങ്ങളും ഇപ്പോൾ ബന്ദികളാക്കി വിട്ടവരുടെ കുടുംബങ്ങളും എല്ലാം നെതന്യാഹുവിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഉയർത്തുന്നത്. കാരണം അവർക്ക് അവരുടെ കുടുംബത്തിലെ ആളെ വേണം, ആ ഒരു രീതിയിലാണ് അവർ നിൽക്കുന്നത്. പക്ഷേ എന്നിട്ട് പോലും ഇസ്രായേൽ വീണ്ടും ചെയ്യുന്നതെന്ന് പറയുന്ന ഗാസയെ വീണ്ടും ആക്രമിച്ച് അവരെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക എന്ന ഒരു രീതിയിലേക്കാണ്. അപ്പം ഇസ്രായേൽ ഈ ഗാസയിൽ നടത്തുന്ന ആക്രമണം എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചു, അതായത് അറബ് രാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഈ ആക്രമണത്തെ ചെറുക്കാനായിട്ട്, അത് ഗാസയിൽ ഇനിയും ഒരു ആക്രമണം നടത്താതിരിക്കാൻ അനുവദിക്കാതിരിക്കട്ടെ എന്നും, അതുപോലെ തന്നെ ഗാസ നിവാസികൾക്ക് വേണ്ട അവരുടെ ഒരു ജീവിതം പുനർജീവിപ്പിക്കാനും അവരുടെ എല്ലാ പഴയ ഒരു ജീവിതത്തിലേക്ക് അവർ പോകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.